നമസ്കാരം. സുഭാഷിതം. പക്ഷീണാം ബലമാകാശം, മത്സ്യാനാമുദകം ബലം, ദുർബലസ്യ ബലം രാജാ, ബാലാനാം രോദനം ബലം. ഇവിടെ ബലം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ആശ്രയമെന്നോ അവരുടെ ശക്തിയെന്നോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അഭയകേന്ദ്രമെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷികൾക്ക് ആകാശമാണ് ബലമായി ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായ സ്ഥലം എന്ന് പറയുന്നത് ആകാശമാണ്. പക്ഷികൾക്ക് ആകാശമാണ് അതിന് ബലം, ശക്തമായിരിക്കുന്നതിൻ്റെ അഭയകേന്ദ്രം എന്ന് വേണമെങ്കിലും പറയാം. മത്സ്യങ്ങൾക്ക് ദിക്ക്, വെള്ളമുള്ള ദിക്ക്, എവിടെയാണോ വെള്ളത്തിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ എവിടെ നിന്നാണോ വെള്ളം വരുന്നത് ആ ദിക്ക് നോക്കിയാണ് മത്സ്യങ്ങൾ പോകുന്നത്. നമുക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. മത്സ്യങ്ങൾ എങ്ങോട്ട് കുതിക്കുന്നു എന്ന് നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളത്തിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞത് ദുർബലന്മാരായ ആളുകൾക്ക് അവർക്ക് ആശ്രയിക്കേണ്ടത് രാജാവിനെയാണ്. അവരുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും അവർക്ക് വേറെ ആരെയും ആശ്രയിക്കാൻ പറ്റില്ല, രാജാവിനെയാണ് അവർ ആശ്രയിക്കുന്നത്. അടുത്തത് കുട്ടികൾ ആശ്രയിക്കുന്ന ആരാ? അവരുടെ കരച്ചിൽ, അവർ കരഞ്ഞു നേടും കുട്ടികൾ, അല്ലേ? നമുക്കറിയാം. അപ്പോൾ കുട്ടികൾക്ക് ബലം ആകാശം. ഇതാണ് സുഭാഷിതത്തിൻ്റെ അർത്ഥം. നമസ്തേ.